ലോക ചരിത്രത്തെ ആവേശഭരിതമാക്കിയ ചുവന്ന സൂര്യൻ, ലോകം മുഴുവനുമുള്ള പൊരുതുന്നവരുടെ പ്രതീകം, ക്യൂബൻ ഇതിഹാസം ഫിഡൽ കാസ്ട്രോ. 1926 ഓഗസ്റ്റ് 13 ക്യൂബയിലെ ബിറാനിലാണ് ഫിഡൽ അലക്സാൻഡ്രോ കാസ്ട്രോ റൂസ് എന്ന ഫിഡൽ കാസ്ട്രോ ജനിച്ചത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് കരീബിയൻ കടലിലെ കൊച്ചു ദ്വീപായ ക്യൂബയും ഫിദൽ കാസ്ട്രോ എന്ന അസാധാരണ വ്യക്തിത്വമുള്ള നേതാവും ലോകശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത്. 1945 ഹവാന യൂണിവേഴ്സിറ്റിയിൽ നിയമബിരുദത്തിന് പഠിക്കുമ്പോഴാണ് ഫിദലിലെ വിപ്ലവകാരി ഉണരുന്നത്. സ്വന്തം രാജ്യത്തിന് പുറത്ത് 2 സായുധ വിപ്ലവങ്ങളിൽ ഫിദൽ പങ്കാളിയായി, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും കൊളംബിയയിലും. ഇതിനുശേഷമാണ് ക്യൂബയിലെ ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സ്ഥാപിത സർക്കാരിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങിയത്. പക്ഷേ കാസ്ട്രോ ജയിലടയ്ക്കപ്പെട്ടു. ജയിൽ മോചനത്തിന് ശേഷം മെക്സിക്കോയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ചാണ് ചെഗുവേരയെ പരിചയപ്പെടുന്നത്. പിന്നീട് ചരിത്രപ്രസിദ്ധമായ ക്യൂബൻ വിപ്ലവത്തിലൂടെ 1959 ബാറ്റിസ്റ്റയുടെ ഏകാധിപത്യ ഭരണത്തിനെ അട്ടിമറിച്ചുകൊണ്ട് കാസ്ട്രോ അധികാരത്തിലെത്തി. ക്യൂബയിൽ കാസ്ട്രോയുടെ ഇച്ഛാശക്തിയിൽ വ്യവസായവും വാണിജ്യവും എല്ലാം ദേശീയവൽക്കരിക്കപ്പെട്ടു. ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായുള്ള ക്യൂബയുടെ വളർച്ച ഇഷ്ടപ്പെടാതിരുന്ന അമേരിക്ക കാസ്ട്രോയെ പുറത്താക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. വിഷം കൊടുത്തും ജൈവായുധങ്ങളും രാസായുധങ്ങളും ഉപയോഗിച്ചും മൊത്തത്തിൽ 638 തവണ അമേരിക്ക കാസ്ട്രോയെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും കാസ്ട്രോ അതിനെ അതിജീവിച്ചു. 1959 മുതൽ 76 വരെ ക്യൂബയുടെ പ്രധാനമന്ത്രി, പിന്നീട് 2008 വരെ പ്രസിഡന്റ് സ്ഥാനം. 2011 ഔദ്യോഗിക പദവികൾ ഒഴിഞ്ഞു. 2016 നവംബർ 25 90-ാം വയസ്സിലാണ് ഫിദൽ കാസ്ട്രോ അന്തരിക്കുന്നത്. 2006 പുറത്തിറങ്ങിയ മൈ ലൈഫാണ് ആത്മകഥ. സാമ്രാജ്യത്തിനെതിരെ ലോകത്തെവിടെയും നടക്കുന്ന പോരാട്ടങ്ങളുടെ മുഖചിത്രമാണ് ഫിദൽ കാസ്ട്രോ. ലാറ്റിൻ അമേരിക്കൻ പോരാട്ടങ്ങളുടെ ചരിത്രവീര്യം ഉൾക്കൊണ്ട മഹാനായ ആ പോരാളി മരണം വരെയും തൻ്റെ ആദർശങ്ങളുടെയും മൂല്യങ്ങളുടെയും പിന്നിൽ അചഞ്ചലനായി നിലകൊണ്ടു.